അതല്ല അതിന്റെ നമ്പറാണോ? അറിയോ കവിച്ചു വെച്ചാ പോരെ. മുതലാളി നീ ഒരു ബാൻഡ് സെറ്റുകാരി അല്ലടാ, അത് വാച്ച്മാനാ. വാച്ച്മാനല്ല, വാച്ച്മാൻ ഈ പെണ്ണല്ലേ. അവിടെ ഇരുന്നു. നീ അങ്ങോട്ട് പോകോ. വേണ്ട, ഞാൻ ഇങ്ങോട്ട് പോകാം. ആരാ വനിതയല്ലേ സെക്യൂരിറ്റി? ആരെ കാണുന്നില്ല. എനിക്ക് പേടിയാവും, ഞാൻ പോവാ. എന്റെ പെങ്ങൾ നിന്റെ ഭാര്യയോ അതവിടുത്തെ വേലക്കാരത്തിയോ? പാടോ പുല്ല്, പാടോ പാടോ. രാമേട്ടാ, ഞാൻ പറയാം, ഒന്നും മനഃപൂർവ്വമല്ല, എല്ലാം ഞാൻ പറയാം. ഈ മുതലാളി ഏത് ഗോഡൌണിലേക്ക് പോയാവോ? പുറത്തിറങ്ങണ്ടെന്ന് വെച്ച് സമ്മതിക്കും. ആരാ ജനല് തുറന്ന്? കാറ്റായിരിക്കും. എല്ലാം ഞങ്ങളുടെ വിധിയാ. ഇപ്പൊ രാമേട്ട ഇവിടുന്ന് പോകുന്നതാ നല്ലത്. ആരെങ്കിലും കണ്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി ജീവിക്കാൻ പറ്റില്ല. രാമേട്ട വരൂ. കണ്ടോ? കണ്ടില്ല. രക്ഷപ്പെട്ട്. എടാ നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കടാ. അമ്പടാ. ഇതിലില്ലേ? എടാ നിന്നെ എന്റെ കയ്യിൽ കിട്ടൂടാ. നീ എന്താ ഇവിടെ നിക്കണേ? എന്താ? എടാ നമ്മുടെ വീട്ടിനകത്തൊരു കള്ളം കയറി. ആണോ? നീ എന്തെങ്കിലും ഒച്ച ബഹളം കേട്ടാ അപ്പ എന്നെ വിവരം അറിയിക്കണം കേട്ടോ. കവലമൊക്കല്ലേ? നോക്കോ നോക്കോ. വെട്ടി അരിഞ്ഞ് ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. 2 പേര് പറഞ്ഞു. ആണോ? ഇനി ഒരാളും കൂടെ പറയാനുണ്ട്. എന്തിന് ഭയം? ഉജാലയുടെ മണം. ഇവിടെ മുതലാളി ഇതിനകത്തുണ്ട്. മുതലാളി ഞാൻ പറഞ്ഞു വിട്ടോളാം. കൊത്തി കൊത്തി അരിഞ്ഞു. എന്താ? ഒന്നുമില്ല. എന്താ പിന്നെ പറയണ്ടേ? കള്ളനെ കണ്ടോ? കണ്ടു. എവിടെ? മോളില്. അവിടെ അവിടെ. സദാശിവ, എന്താ ഇവിടെ? വെളിയിൽ നിന്ന് ആരോ വീട്ടിനുള്ളിൽ കയറിയിട്ടുണ്ട്. രാമേട്ടൻ ഇവിടെ? രാമേട്ടാ, രാമേട്ടൻ എന്നെ കാണാൻ വന്നതാണല്ലേ? എനിക്കറിയാം എന്തെങ്കിലും രാമേട്ടൻ എന്നെ കാണാൻ വരുമെന്ന്. എന്നോട് ഇത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഈ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ജയിലിൽ വെച്ചാണ്. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നേ? അയ്യോ, ഞാൻ കൊണ്ടുപോകാൻ വന്നതാണ്. അന്നയുടെ മുതല് കൊണ്ടുപോകുന്ന കളവെന്ന് പറയുന്നത്. അയ്യോ, ഞാൻ നേരിട്ട് കണ്ട് കൊണ്ടുപോകാൻ നീ മിണ്ടിപ്പോരുത്. ആരെ കൊണ്ടുപോകാൻ വന്നതാണെന്നാ നീ പറയുന്നേ? എന്റെ മുതലാളിയെ. മുതലാളിയോ? ആരാണ് നിന്റെ മുതലാളി? മുതലാളി അറിയില്ലേ? എന്റെ മുതലാളി, എന്റെ മുതലാളി. പറയണം. അയ്യോ, നിർത്ത്.
വിടവനെ. മുതലാളി എന്തിനു നീ ഇവിടെ വന്നു? പറയടാ, എന്തിനാ നീ വന്നത്? ഞാൻ വന്നത് അവളെ കൊണ്ടുപോവാൻ. ആരെ? അല്പം മുമ്പ് ഇവൻ പറഞ്ഞു മുതലാളിയെ കൊണ്ടുപോകാൻ വന്നാണ്. ഇപ്പൊ താൻ പറയുന്നു അവളെ കൊണ്ടുപോകാൻ വന്നാണ്. സത്യത്തിൽ ആർക്കൊക്കെ ആരെയൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്? പറയടാ, ആരെയാ നിനക്ക് കൊണ്ടുപോകേണ്ടത്? എന്നെ. മായേ, എന്നെ കൊണ്ടുപോകാൻ രാമേട്ടൻ വന്നിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ ദുർഗ തമ്പുരാട്ടിക്ക്? മായ വിളിച്ചിട്ടാണ് എന്റെ മുതലാളി വന്നതെന്ന്. എന്റെ മുതലാളിയും ഈ മായയും തമ്മിൽ കുറെ നാളായിട്ട് പ്രേമത്തിലാ. തമ്മിൽ കാണണമെന്നാ എന്തൊക്കെ പറയണമെന്നാ പറഞ്ഞോണ്ട് മാത്രം വന്നതാണ്. സംശയം മായ വിളിച്ച് ചോദിച്ചു നോക്ക്. ഇല്ലേ മുതലാളി? മായേ, സത്യമാണോ ഇവരെ പറയുന്നത്? അതെ. ഇത് വെറുതെ കിടന്ന് ബഹളം വെച്ചാ നാളെക്കേടി തറവാടിനാ. വാ മുതലാളി, നമുക്ക് പോവാം. രാമേട്ട, ഞാനും വരുന്നു കൂടെ. മായേ, ചേച്ചി എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഞാൻ പോവാ. പോകരുത്. ഇവൻ ആരാണെന്ന് എനിക്കറിയില്ല. ആരും ആയിക്കോട്ടെ, പക്ഷേ സ്നേഹിച്ചു പോയി, ഇഷ്ടപ്പെട്ടു പോയി. പോവാ. മായേ, മായേ, പിടിക്കണേ അവളെ. ദുർഗാദേവി, എന്നെ തടയാൻ നിങ്ങളുടെ ഈ വളർത്തു നായ്ക്കൾക്ക് കഴിയുമെങ്കിൽ തടയട്ടെ. ഞാനിവിടെ കൊണ്ടുപോവാ. ദുർഗെ, നമ്മളോടുള്ള പക തീർക്കാൻ നമ്മുടെ കൊച്ചിനെ തന്നെയാണ് അവൻ കരുവാക്കിയിരിക്കുന്നത്. ഒന്ന് മൂളിയാ മതിയായിരുന്നു. ഈ തറവാടിന്റെ മുറ്റത്ത് തന്നെ ഞാൻ അവനെ കുഴിച്ചു മൂടിയനെ. രാമഭദ്ര, വേണ്ട. ഈ അവസരത്തിൽ ബുദ്ധി ഉപയോഗിക്കുന്ന നല്ലത്. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും മായ അത് വിശ്വസിക്കില്ല. അവൾ അവനിൽ ഭ്രമിച്ചിരിക്കുക. ഇനി എന്ത് വേണമെന്നാ പറയുന്നത്? മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അതെ, മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ ഞാൻ എടുക്കും. നല്ല ആൾക്കാരാ. ഇവിടെ ഇങ്ങനെ ഇരുന്നോ. അടുക്കള വന്ന് എന്നെ ഒന്ന് സഹായിച്ചൂടെ? ഞാൻ വന്ന് സഹായിക്കാല്ലേ? വേണ്ട 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 വേണ്ട, ഞാനൊരു തമാശ പറഞ്ഞതാ. ദേ, ഒരു 10 മിനിറ്റിനുള്ളിൽ ഫുഡ് റെഡി. ഒരാളിവിടെ ഇരിക്കണം കണ്ടൂടെ? എടാ, ഞാനൊരു കാര്യം ആലോചിക്കാം. എന്ത് കാര്യം? ഞാൻ ഇവിടെ കിട്ടിയാലോ? എടാ, എന്റെ പെങ്ങള് ഇന്ന് ആ വീട്ടിലെ മരുമകളാ. അവിടെ സുഖത്തിന് വേണ്ടി, നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ മായ വിവാഹം കഴിച്ചാൽ. അതിന് മായ വിവാഹം കഴിച്ച ഈ ഗായത്രിയുടെ ഭാവി അതെങ്ങനെയാണ്? എടാ, രാമൻകുട്ടിയുടെ പെങ്ങളാണ് ഗായത്രി എന്ന് എന്നെങ്കിലും ദുർഗാദേവി അറിഞ്ഞാൽ എന്റെ പെങ്ങളെ അവർ വെച്ചു പൊറപ്പിക്കോടാ. മാത്രമല്ല, നഷ്ടപ്പെട്ട നമ്മുടെ തറവാട് തിരിച്ചു പിടിക്കണ്ടടാ. എങ്കിലിനി ഒന്നും ആലോചിക്കാനില്ല. മുതലാളി മായം തമ്മിലുള്ള കല്യാണം ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന് ഈ ചിയാമി നടത്തി തരുന്നു. ദുർഗയുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ ഒറ്റ പോംവഴിയേ ഉള്ളൂ. അതെന്ത് പോം വഴി? നമ്മ